പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നുള്ളത്. അത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആളുകൾ വർഷങ്ങൾക്ക് ശേഷവും ചില വേദനകളിൽ വല്ലാതെ കുരുങ്ങി കിടക്കുന്നത്? കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണ് ഈ വീഡിയോയുടെ ആധാരം. അവളുടെ ജീവിതത്തിൽ അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് 2 സ്ത്രീകളായിരുന്നു. അവരുടെ സാമീപ്യം തന്നെ അവളെ വല്ലാതെ അസ്വസ്ഥമാക്കുമായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് അവളുടെ അടുത്തുള്ള സമയം എന്ന് പറയുന്നത് അവൾ കടന്നു പോകുന്ന ഒരവസ്ഥ അതിഭീകരമായിരുന്നു. അവർ പലപ്പോഴായി ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ഒരു സിനിമ പോലെ ഓടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അതിനെ അധികരിക്കുന്ന വിധത്തിൽ ഓരോ പ്രാവശ്യം അവളുടെ അടുത്ത് വരുമ്പോഴും അവളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാക്കുകളും പ്രവൃത്തികളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഫലപ്രദമായുള്ള ചികിത്സ കൊടുക്കാത്തത് മൂലം ഓൾറെഡി ഒരു വ്രണമായിരിക്കുന്ന ഒരു മുറിവിലേക്ക് ഒരു ആണി അടിച്ചു കയറ്റി അങ്ങനെ ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സ്ത്രീകളുടെ സാമീപ്യത്തിൽ അവൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇത് ഏകദേശം 14 വർഷത്തോളം ഇത്തരം പ്രവൃത്തികൾ അവൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അത് പക്ഷേ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവൾക്കുണ്ടായപ്പോൾ അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ അവൾ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അത്തരം കാര്യങ്ങൾ കണ്ടെത്തി ഇന്ന് ആ സ്ത്രീകൾ അവൾക്ക് സമ്മാനിച്ച ആ അവസ്ഥയിൽ നിന്നും അവൾ പൂർണ്ണമായിട്ടും പുറത്തു കടന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? അതായത് ചില സംഭവങ്ങൾ നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ സങ്കടം, അതേ വേദന, അതേ നീരസം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മനസ്സിൽ നിന്നും വിട്ടുപോകാത്തൊരവസ്ഥ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാലം മാത്രമായിട്ട് ഒരു സങ്കടവും മായ്ക്കില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് നമുക്ക് നോക്കാം, വർഷങ്ങൾ കഴിയുമ്പോൾ മാജിക്ക് പോലെ എല്ലാം അങ്ങ് മാഞ്ഞു പോയിക്കോളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ ശരിക്കും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ മുറിവുണ്ടായെന്ന് വിചാരിക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന എന്ത് സംഭവിക്കും? അവിടെ ഇൻഫെക്ഷൻ ആവും അല്ലേ? പക്ഷെ നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകളിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അതിന് നമ്മൾ ആവശ്യമായ ചികിത്സ കൊടുക്കും. അത് ആ ശരീരഭാഗം ശരിയായ രീതിയിലേക്ക് വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവുകളിൽ ഒരിക്കലും നമ്മൾ ഈ ശ്രദ്ധ കൊടുക്കാറില്ല. പലരും സാധാരണ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നും താൽക്കാലികമായി നമ്മുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ്. അതായത് ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ, അല്ലെങ്കിൽ വെറുതെ യാതൊരു പ്രയോജനവുമില്ലാത്ത സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടോ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തോ ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുറിവ് ശ്രദ്ധ കൊടുക്കാതെ ഇരുന്നാൽ ഇൻഫെക്ഷൻ ആകുന്നത് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ വെറുതെ അവഗണിച്ചുകൊണ്ടിരുന്നാൽ കാലം മുന്നോട്ട് പോകും തോറും അത് കൂടുതൽ തീവ്രമാകുന്നുള്ളതാണ്. പിന്നീട് അതിനെ മനസ്സിൽ നിന്ന് കളയാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. പകരം നമ്മൾ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരം വിഷമങ്ങളെയൊക്കെ നേർക്ക് നേർ എതിരിടുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇമോഷണൽ ആണ്, സെൻസിറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ന്യായമാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ക്ലാരിറ്റി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഹീലിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഏതെങ്കിലും ആളുകളാണ് അതിന്റെ കാരണമെങ്കിൽ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആളുകളാണെങ്കിൽ അവരോട് അതിനെപ്പറ്റി തുറന്നു പറയുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വിഷമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നന്നായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളുടെയൊക്കെ പ്രാധാന്യം ക്രമേണ കുറഞ്ഞു വരും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഹായം തേടുക എന്നുള്ളതാണ്. ഒരിക്കലും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിനെ അതിജീവിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെയോ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി സമീപിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഒട്ടും തന്നെ മടി വിചാരിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനുള്ള ആക്ഷൻ എടുത്തു തുടങ്ങുക. മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.